പിതൃപുണ്യം തേടി ലക്ഷോപലക്ഷം മലയാളികൾ ഓഗസ്റ്റ് 3-ന് കർക്കിടക വാവ് ബലി അർപ്പിക്കുകയാണ്. പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നത് എന്തിന് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട അധികം ആരും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ബലിതർപ്പണവും കാക്കയും തമ്മിലുള്ള ബന്ധം. മരണാനന്തര ചടങ്ങിൽ കാക്കയ്ക്ക് പ്രാധാന്യം വന്നതിന് പിന്നിൽ ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന് പറയുന്നത്, അവ ശരീരം വിട്ടുപോയ ശേഷം ആത്മാക്കളെ നോക്കുവാനും ആത്മാവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ദേവന്മാർക്ക് കൈമാറാൻ കഴിയും എന്നാണ്. ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് വഴി നമ്മുടെ പൂർവികർക്ക് നല്ല പുനർജന്മം ലഭിക്കുകയും പ്രത്യോനിയിൽ പോകാനുള്ള സാധ്യതകളിൽ നിന്ന് മോചനവും ഉറപ്പാക്കുന്നു എന്നാണ്. മരണശേഷം ആത്മാവ് ശരീരം വിട്ട് 10 ദിവസത്തേക്ക് പ്രത്യുവേനിയിൽ പ്രവേശിക്കുന്നു. അതായത് പ്രേതാത്മാവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. അങ്ങനെ 10-ാം ദിവസത്തെ അന്ത്യോഷ്ടി കർമ്മത്തിൽ കാക്കകൾക്ക് നാം ഭക്ഷണം നൽകും. അതിലൂടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നു. പിന്നീട് അത് പ്രേതാത്മാവായി അലഞ്ഞ് നടക്കുന്നില്ല. എന്നാൽ ഈ 10-ാം ദിവസത്തെ ആചാരങ്ങൾ കൃത്യമായി നടന്നില്ല എങ്കിൽ ആ ആത്മാവ് പൃഥ്വീനിയിൽ കുടുങ്ങിപ്പോകും എന്നാണ് പറയപ്പെടുന്നത്. അതായത് പ്രേതാത്മാവായി അലഞ്ഞു നടക്കും എന്ന്. അന്ത്യോഷ്ടി കർമ്മത്തിൽ കാക്കകൾക്ക് പ്രാധാന്യം ഉള്ളത് 2 കാര്യങ്ങളിലാണ് പറയുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളിലാണ് പറയുന്നത്. അത് വാൽമീകി രാമായണത്തിൽ ഇന്ദ്രന്റെ മകനായ ജയന്തൻ കാക്കയുടെ വേഷം ധരിച്ച് സീതയെ ശല്യപ്പെടുത്തിയപ്പോൾ രാമനാൽ ശപിക്കപ്പെടുകയുണ്ടായി. ഒരിക്കൽ രാമന്റെയും സീതയുടെയും വനവാസ സമയത്ത് സീത രാമന്റെ മടിയിൽ ഉറങ്ങുകയായിരുന്നു. ആ സമയം കാക്കയായി വന്ന് ജയന്ത് സീതയുടെ കാലിൽ കൊത്തി. ശ്രീരാമൻ ജയന്തിനെ തിരിച്ചറിയുകയും ഇത്തരം പ്രവൃത്തി സീതയോട് ചെയ്തതിന് ഇനി മുതൽ നിനക്ക് ഒരു കണ്ണ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അവനെ ശപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാക്കകൾക്ക് ഒരു കണ്ണിൽ മാത്രം കാഴ്ചശക്തി വരുന്നത്. 2 കണ്ണുകളും ഒരുമിച്ച് ഉപയോഗിച്ചാൽ കാക്കകൾക്ക് കൃത്യമായി ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അതായത് വ്യക്തമായ കാഴ്ചശക്തി ലഭിക്കില്ല. എന്നാൽ ജയന്തൻ മാപ്പ് ചോദിച്ചപ്പോൾ രാമൻ അതിൽ സന്തുഷ്ടനാകുകയും അദ്ദേഹത്തിന് ഒരു വരം നൽകുകയും ചെയ്തു. 2 കണ്ണുകളുള്ള ജീവികൾക്ക് അദൃശ്യമായത് നിങ്ങൾക്ക് ദൃശ്യമാകും. അതായത് കാക്കകൾക്ക് പൃഥ്വേനി, പിശാചോനി, പിതൃയോനി എന്നിവയിൽ ജീവാത്മാക്കളെ കാണാൻ ശക്തി ലഭിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം നാം കാക്കകൾക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് ജയന്ത് സന്തോഷവാനാകുന്നു. അത്തരത്തിൽ കാക്കകൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ജയന്ത് പിതൃക്കൾക്ക് ആ സന്ദേശം കൈമാറും എന്നാണ് പറയുന്നത്. അതേസമയം ശനിദേവന്റെ വാഹനമാണ് കാക്കകൾ. ശനി എന്നാൽ സൂര്യന്റെയും ഛായയുടെയും മകനും നരകത്തിന്റെ അധിപനായ യമരാജന്റെ ജ്യേഷ്ഠനുമാണ്. 3 മേഖലകളിലും ധർമ്മം നിലനിർത്തുന്നതിനും അധർമ്മികളായ ആത്മാക്കളെ ശിക്ഷിക്കുന്നതിനും അവർ ഉത്തരവാദികളാണ് എന്നാണ് പറയുന്നത്. മുൻ ജന്മങ്ങളിൽ ചെയ്ത എല്ലാ തിന്മകൾക്കും ആത്മാവിനെ ശിക്ഷിക്കുന്നതിനും ശനി ഉത്തരവാദിയാണ്. അതിനാൽ കാക്കയെ തൃപ്തിപ്പെടുത്തുന്നത് പരോക്ഷമായി ശനിയെ പ്രീതിപ്പെടുത്താനുള്ള ഒരു മാർഗമാണ്. കാക്കകൾ സന്തോഷിക്കുമ്പോൾ, സന്തുഷ്ടനാകുമ്പോൾ പിതൃലോകത്തേക്കുള്ള ആത്മാവ് കടന്നു പോകുന്നതിനുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നത് തൻ്റെ എല്ലാ ജന്മങ്ങളിലും ആത്മാവ് ചെയ്ത തെറ്റുകൾക്ക് പരോക്ഷമായി ശനിയോട് ക്ഷമ ചോദിക്കുന്നു എന്നും അങ്ങനെ ആത്മാവ് പിതൃലോകത്തേക്കുള്ള വ്യക്തമായ പാത ഉറപ്പാക്കുന്നു എന്നുമാണ് പറയുന്നത്. മറ്റൊരു ഐതിഹ്യമുള്ളത്, ബ്രഹ്മാവിൽ നിന്നും വരം കിട്ടിയ മഹിരാവണൻ എന്ന അസുരൻ യമധർമ്മനെ ആക്രമിച്ചു. അസുരനെ തോൽപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ യമൻ ഒരു കാക്കയുടെ രൂപത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ തന്നെ രക്ഷിച്ച കാക്കയ്ക്ക് ബലികർമ്മത്തിൽ പ്രാധാന്യം ലഭിക്കട്ടെ എന്ന് യമധർമ്മൻ കാക്കയെ അനുഗ്രഹിച്ചു. അന്നു മുതലാണത്രേ ബലിച്ചോറ് കാക്ക കഴിച്ചാൽ പിതൃക്കൾ തൃപ്തരാവും എന്ന വിശ്വാസം വന്നത്. പിതൃക്കൾ എന്ന സങ്കല്പത്തിലാണ് കാക്കയ്ക്ക് ശ്രാദ്ധത്തിൽ പ്രസക്തി. ഇതാണ് ശ്രാദ്ധത്തിൽ കാക്കകൾക്ക് പ്രാധാന്യം വന്നതിലുള്ള മറ്റൊരു ഐതിഹ്യം പറയുന്നത്. ഇനി മറ്റൊന്നിലേക്ക് വരികയാണെങ്കിൽ, ഒരിക്കൽ ഭക്തനായ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ശ്രാദ്ധ സമയത്ത് കാക്കകൾക്ക് മാത്രം ബലിച്ചോറ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പൂർവികർ
കാക്കകളുടെ രൂപത്തിലാണോ വസിക്കുന്നത്? ഇത്തരം പക്ഷിയുടെ രൂപത്തിൽ അവർ എന്തിനാണ് വരുന്നത്? എന്തുകൊണ്ട് ഉയർന്ന നിലവാരമുള്ള ഒരു പക്ഷിയുടെ രൂപത്തിൽ ആത്മാക്കൾക്ക് വന്നുകൂടാത്തത്? ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ആ ഗുരു മറുപടി പറഞ്ഞു. തമിഴിൽ കാക്കയെ കാ ഗ എന്ന് പറയും. കാ എന്ന് പറഞ്ഞാൽ കാപ്പാത്തു അഥവാ രക്ഷിക്കൂ എന്നാണ്. മറ്റൊരു ജീവിയെയും അതിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ അഭിസംബോധന ചെയ്യുമോ? പൂച്ചകളെ നമുക്ക് മ്യാവു എന്ന് വിളിക്കാൻ കഴിയുമോ? പട്ടികളെ നമ്മൾ ബൗ ബൗ എന്ന് വിളിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയെ അത് കരയുന്ന ശബ്ദത്തിൽ നമ്മൾ വിളിക്കുന്നുണ്ടോ? അങ്ങനെ കാക്കയുടെ ശബ്ദം അതിൻ്റെ ഒരു പ്രത്യേകതയാക്കി മാറ്റുന്നത് തന്നെയാണ്. കാക എന്ന് പറഞ്ഞാൽ നീ കാത്തുകൊള്ളുക, സംരക്ഷിക്കുക എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കാക എന്ന് പറയുമ്പോൾ, കാക്ക കരയുമ്പോൾ ഈശ്വരൻ നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു കാക്കയ്ക്ക് ഭക്ഷണം ലഭ്യമാക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നത് കാക്ക നിസാരനായ വില കുറഞ്ഞ ഒരു പക്ഷിയാണ് എന്നാണ്. എന്നാൽ കാക്ക ഏറ്റവും മഹത്വമുള്ള ഒരു പക്ഷിയാണ് എന്ന് ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് പറയാം. കാക്കകൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരുമ്പോൾ അത് മറ്റുള്ളവരെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷികൾ പോലും കൃത്യമായി പലപ്പോഴും ഉണരുകയില്ല. പക്ഷേ കാക്ക കൃത്യസമയത്ത് തന്നെ ഉണരുന്നു. കാക്കയാണ് സമയമായി എന്ന് നമ്മളെ അറിയിച്ചുകൊണ്ട് കാക ജപം ചെയ്യാൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങളെ ഉണർത്തുന്നത്, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യുന്നത് കാക്കകൾ മാത്രമാണ്. മറ്റു ജീവികൾക്കൊന്നും ഇത്രയും അത്ഭുതകരമായ ഒരു കഴിവില്ല. അതുകൂടാതെ ഭക്ഷണം ലഭിക്കുമ്പോൾ അത് മറ്റു കാക്കകളെ കൂടെ വിളിച്ച് വരുത്തുകയും ചെയ്യുന്നുണ്ട്. തനിക്ക് മാത്രമല്ല തൻ്റെ സഹജീവികൾക്കും ആഹാരം പങ്കുവയ്ക്കാൻ കാക്കകൾ തയ്യാറാണ്. അതെ, സ്വാർത്ഥത ലെവലേശമില്ലാത്ത ഒരു ജന്മമാണ് നമ്മുടെ കാക്കകളുടേത്. എന്നും വൈകുന്നേരം നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ആ ദിവസം നടന്ന എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നതിന് കാക്ക എന്ന് കരഞ്ഞുകൊണ്ടാണ് കാക്കകൾ കൂടണയുന്നതും. കാക്കകൾ സൂര്യാസ്തമയത്തിന് ശേഷം ഒരിക്കലും ഭക്ഷണം കഴിക്കുകയില്ല. ഇങ്ങനെ ജീവിക്കുന്ന എത്ര പക്ഷിമൃഗാദികൾ നമ്മുടെ ലോകത്തുണ്ട്. അതുകൊണ്ട് ഒരു കാക്ക ഒരു താഴ്ന്ന പക്ഷിയൊന്നുമല്ല, അല്ലെങ്കിൽ അത്രയ്ക്കൊരു വില കുറഞ്ഞ പക്ഷിയൊന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഗുരു പറഞ്ഞത്. മാത്രമല്ല അത് നമ്മെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു പക്ഷി തന്നെയാണ് കാക്ക. ഒന്നാമതായി, ശ്രാദ്ധ സമയത്ത് മാത്രമല്ല കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. ദിവസവും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കൂ. നമ്മളെ ഈശ്വരൻ എന്തായാലും അതിലൂടെ രക്ഷിക്കും എന്നാണ് പറയുന്നത്. കാക്കകൾ അപകടത്തിൽപ്പെട്ടും അല്ലെങ്കിൽ ഈ വൈദ്യുതാഘാതമൊക്കെ ഏറ്റും മാത്രം മരിച്ചു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ പ്രായം ചെന്ന് സ്വാഭാവികമായി ചത്തുകിടക്കുന്നത് നാം കാണാറില്ലല്ലോ. അതെ, ഇന്നും അജ്ഞാതമായ ഇങ്ങനെ കുറേ സവിശേഷതകൾ കാക്കകളുടെ പിന്നിലുണ്ട്. നമ്മളെ അദ്വൈതം പഠിപ്പിക്കുന്നത് ഒരു കാക്കയ്ക്ക് ഭക്ഷണം നൽകിയാൽ അത് സന്തോഷപൂർവ്വം അത് ആസ്വദിച്ച് കഴിക്കും. അത് തിന്നു തീർക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഇരുവരും സന്തോഷം അതിലൂടെ പ്രാപിക്കുകയും ചെയ്യും. നിങ്ങൾ ഇരുവരും ഭഗവാനാണ്. ഈ വിശദീകരണം കേട്ടപ്പോൾ ചോദ്യം ചോദിച്ച ഭക്തനും മറ്റുള്ളവരും സംതൃപ്തരായി. ഇനിയുള്ള കാലം നമുക്ക് ശ്രാദ്ധവും അല്ലെങ്കിൽ ബലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം നേടാം.